എന്നൊരു ഹിന്ദു വിശ്വാസി, ഗുരുവായൂർ വിശ്വാസി എനിക്കൊരു അവസരം തരുമെന്നാണ് മറ്റൊരു അഭിപ്രായം. അത് എന്താണ് കൃത്യമായിട്ട് ലീഗൽ പ്രോസസ്സ് വഴി നമ്മൾ കണ്ടുപിടിക്കാം. അത് ഹേറ്റ് സ്പീച്ച് ആണെങ്കിൽ ആ ഹേറ്റ് സ്പീച്ചിന്റെ നിയമത്തിൽ പ്രാവധാനം ഉണ്ടല്ലോ. ഓ ചെയ്യണം, സന്തോഷം. അത് നോക്കൂ, ഞാൻ 18 കൊല്ലമായിട്ട് ഇവര് തപ്പി നോക്കി, 18 കൊല്ലമായ കോൺഗ്രസ് എന്നെ എതിരെ തപ്പി നോക്കി ശ്രമിക്കുന്ന പാർട്ടിയാണ്. എന്നെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ കർണാടകയിൽ മത്സരിക്കുമ്പോൾ ഞാൻ മലയാളിയാണ്, ഔട്ട്സൈഡറാണ്. ഇത് പറഞ്ഞാരാ? ഇറ്റാലിയനെ പോയി തലേ കെട്ടിവെച്ച പ്രസിഡന്റിനെ ആക്കിയ പാർട്ടിയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിൽ ഞാൻ പുറത്തത്തെ ആളാണ്. ഓക്കെ, ശരി, അത് കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധിന്റെ ഒരു വിചിത്ര പാർട്ടിയാണ്. അത് വിടൂ. അവർക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നെ കുറിച്ച് ചോദിക്കാനും എന്നെ കുറിച്ച് പരിശോധിക്കാൻ. കോർട്ടിൽ പോകണമെങ്കിൽ കോർട്ട് പോട്ടെ. നോക്കൂ, ഒന്നും പറയാനില്ലെങ്കിൽ നോക്കൂ, CPM-കാര് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ വ്യവസായിയാണ്, കോൺഗ്രസ്സുകാര് പറഞ്ഞു എനിക്ക് മുണ്ടെടുക്കാൻ അറിയില്ല, മലയാളം ശരിക്കും പറയാൻ അറിയില്ല, ഞാൻ വ്യവസായിയാ, ബിസിനസ്മാനാണ്. കെ മുരളീധരൻ എന്ന കരുണാകരന്റെ മകൻ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. കരുണാകരന്റെ മകനായ ഒരു ഭാഗ്യശാലി ഒരു വ്യക്തിയാണ്. എന്നോട് പറയാണ് തിരുവനന്തപുരത്ത് ഇയാൾക്ക് മലയാളം അറിയില്ല, അവിടെ കോർപ്പറേറ്റ് ആണ്, കോർപ്പറേറ്റ് സ്റ്റൈലിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ 20 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലാണ്. 20 കൊല്ലം 3 തവണ MP, 3.5 കൊല്ലം മന്ത്രിയായ വ്യക്തിയാണ്. അപ്പൊ എന്നെ ഒരു കോർപ്പറേറ്റ് നേരം വിളിക്കുമ്പോ പറയുന്ന ആളാണ് വിഡ്ഢി, ഞാനല്ല. ഓ പറഞ്ഞോട്ടെ. ഞാൻ അവിടെ പരവൂര് പോയ ആളാ. 20 കൊല്ലമായ കുത്തിയിരിക്കുന്ന ഒരു MLA, ഒന്നും ചെയ്യാത്തൊരു MLA ആണ്. ഞാൻ പറയുന്നല്ലോ, അവിടെ ഒരു അദാലത്ത് നടന്നപ്പോ 5000 പേര് വന്നു, 3000 സംതിങ് ആൾക്കാർ വന്നു. കുടിവെള്ളമില്ല, വീടില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. എന്നിട്ടാണ് MLA. അല്ല, അതല്ല പറയാം, അത് വർദ്ധിക്കുന്നുണ്ട്. കാരണം ഇതുവരെ എന്താണ് ഞാൻ മാറ്റം എന്ന് പറയുന്നത്? ഇതുവരെ ഈ കേരള രാഷ്ട്രീയത്തിൽ CPM വീണാൽ UDF-ന് അവസരം, UDF വീണാൽ CPM-ന് അവസരം. അതായിരുന്നല്ലോ ഇതുവരെ രീതി. 70 കൊല്ലം. അതാണ് മാറാൻ പോകുന്നത്. ഇനിയിപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഒരു 3ാമത്തെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ശരിക്കും 3ാമത്തെ അല്ല, 2ാമത്തെ ഓൾട്ടർനേറ്റീവ്. ഇവര് രണ്ടും ഒന്നാണ്. NDA മറുവശത്ത് ഒരു ഓൾട്ടർനേറ്റീവ്. അതാണ് ഞാൻ പറയുന്നത്. അല്ല, പിന്നെ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്താൻ അത് പ്രതിപക്ഷ നേതാവൊന്നും ശ്രമിക്കണ്ടേ, പറഞ്ഞാൽ മതി. കോൺഗ്രസും CPM ഒരുപോലെ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു സൈഡിൽ BJP ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് പറയുന്നത് ഈ പാലക്കാട് പോലൊരു സീറ്റില് ഒരു വ്യവസായിയെ CPM നടത്തി BJP-യെ സഹായിക്കുന്നുള്ളത്. തിരിച്ച് CPM കഴക്കൂട്ടം പോലൊരു സീറ്റില് ഈ ശരത്ചന്ദ്ര പ്രസ്ഥാനം പോലെ ഒരാളെ നടത്തി അവിടെ മോദിയെ സഹായിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ കൊല്ലത്ത് കുണ്ടറയിൽ ഇത് പറയുന്നത്. അല്ല, അപ്പൊ എന്താണ് അഭിപ്രായം? ഞങ്ങൾ 2 പാർട്ടിന്റെ B ടീമാണെന്നോ? ഞങ്ങള് നിങ്ങളെല്ലാം വലിയ എക്സ്പീരിയൻസ്ഡ് റിപ്പോർട്ടേഴ്സ് ആണ്, മാധ്യമസുഹൃത്ത് എത്രയോ പൊളിറ്റിക്കൽ നോളജ് ഉള്ള വ്യക്തികളാണ്. നമ്മൾക്ക് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സാമാന്യ ബുദ്ധിയുള്ള വ്യക്തിയാണ്. ഇത് ശ്രദ്ധ തിരിക്കാനല്ലേ, വിഡ്ഢിയാക്കാനല്ലേ പറഞ്ഞ്? ഞങ്ങളാണോ തീരുമാനിക്കേണ്ടത് CPM-ന്റെ ആരാ സ്ഥാനത്ത്? ഇത് എന്താണ് പറയുന്നത്? CPM-ഉം BJP തമ്മിൽ ഏത് ലോകത്തിലാണ് അണ്ടർസ്റ്റാൻഡിങ്? ഞങ്ങൾ എത്ര പ്രവർത്തകരെ കൊന്ന പാർട്ടിയല്ലേ CPM. ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ടോ എനിക്കൊരു വലിയൊരു ജീനിയസ് ഐഡിയ വന്നാൽ CPM-ന്റെ ഒപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം തല്ലാൻ വരുന്നത് പ്രശാന്തായിരിക്കും. ഇത് സാധിക്കില്ലെന്ന്. ഇത് നമ്മളുടെ പാർട്ടിന്റെ ഐഡിയോളജിന്റെ 100% ഓപ്പോസിറ്റ് അല്ലേ ഇവര്. എങ്ങനെ ഞങ്ങൾ ഇവരൊപ്പം രാഷ്ട്രീയം ചെയ്യും? ഇതെല്ലാം ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ്. തോൽക്കുമ്പോൾ കോൺഗ്രസിന്റെ 14, 19, 24 ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷന്റെ ഒന്ന് പഠിച്ചു നോക്കൂ. തോൽക്കുന്ന ഒരു ഭയം വരുമ്പോൾ 10-12 ദിവസം മുമ്പേ അവർ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കും. വികസനത്തെ കുറിച്ചല്ല. എന്തുകൊണ്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടി 3 സംസ്ഥാനത്തിൽ ഭരിക്കുന്നുണ്ടല്ലോ, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്. അവിടെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ 5 കൊല്ലത്തിൽ ചെയ്തത് എന്തുകൊണ്ട് പറയുന്നില്ല? 10 കൊല്ലം UPA സർക്കാരിന് 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. ഞങ്ങൾ ഭരിച്ചപ്പോൾ 8 മന്ത്രിമാർ ഇതെല്ലാം ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല. പറയണ്ടേ?
ഇലക്ഷന്റെ സമയത്ത് ഇതല്ല പറയണ്ടേ. എന്റെ വീട്, എന്റെ ഇൻകം ടാക്സ്, എന്റെ മോട്ടോർ സൈക്കിൾ, എന്റെ വൈഫിന്റെ ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ധൈര്യമില്ല ഇവർക്ക്. ഞാൻ പറയല്ലേ, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാം. ഇവർക്ക് പഴയ രാഷ്ട്രം ചെയ്യാനാണ് ആഗ്രഹം. വിവാദം 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 സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് എങ്ങനെയെങ്കിലും പവർ പിടിക്കുക. ഞങ്ങൾ അത് സമ്മതിക്കില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു 40% വിവാദമായിക്കോട്ടെ, നിങ്ങളെല്ലാം കവർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഹെഡ്ലൈൻ കിട്ടും, ബൈറ്റും കിട്ടും, ന്യൂസ് ക്ലിക്ക് ബൈറ്റും കിട്ടും. പക്ഷെ 60% ഞങ്ങൾ നിർബന്ധിച്ച് നാടിന്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കും. എന്തോ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? ഞങ്ങള് ഫാക്ടറാവും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഭരിക്കും. ഞങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് മാറ്റം വേണം. ആ മാറ്റം BJP ഇന്ത്യയാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങ് കേരള പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ BJP ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചത്. അങ്ങേ അവതരിപ്പിച്ചു. അങ്ങ് കഴിഞ്ഞ 25 വർഷത്തിനിടയിലുള്ള ഏറ്റവും ടൈറ്റ് ഫൈറ്റ് അവർ നടത്തിയിട്ട് നേരിയ മാർജിനിലാണ് അങ്ങ് പരാജയം. അതിനുശേഷം അങ്ങേക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടി. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചെടുത്തു. അപ്പോ ഈ രണ്ട് അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതിലുള്ള വോട്ട് ഷെയറിലുള്ള വ്യത്യാസം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ അങ്ങ് പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ വോട്ട് ഷെയർ കൂട്ടാനൊന്നും സീറ്റുകൾ കൂട്ടാനൊന്നും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ അങ്ങയുടെ സ്ട്രാറ്റജിയെ പാർട്ടി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. പിന്നെ പ്രകടന പത്രിക തയ്യാറായിട്ടുണ്ടോ? പിന്നെ ഇന്റഗ്രൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നമ്മുടെ BJPയുടെ പ്രകടന പത്രിക രൂപപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയാം. ഒരു കറക്ഷന്, ഞാൻ എലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ലേ. ഞാൻ ഉടനെ ഒരു വീട് വാങ്ങിച്ചു. തിരുവനന്തപുരം ഞാൻ വിടില്ല എന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയി എന്ന് പറഞ്ഞേ. സംസ്ഥാന പ്രസിഡന്റ് ആയി അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല ആയത്. അപ്പോ ഒരു കൊല്ലം ഞാൻ ഇവിടെ ഒന്നും മന്ത്രിയായിരുന്നില്ല, MP ആയിരുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്ത് എനിക്ക് അവര് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങി. നോക്കൂ, ഞാൻ ഈ സീറ്റ് എണ്ണം അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് ആദ്യം മുതൽ എൻ്റെ ഒരു ഹാബിറ്റാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ലോജിക് ഉണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടും ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസന രാഷ്ട്രീയം, ഞങ്ങൾ മുമ്പോട്ട് വെക്കാൻ പോകുന്ന ഒരു മാനിഫെസ്റ്റോ, എല്ലാ മലയാളികളും അതിന് പിന്തുണ തരുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞങ്ങൾ പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും എല്ലാം നാടിനു വേണ്ടി നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോ എന്ത് ലോജിക് കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് 140 സീറ്റില് ഞങ്ങൾക്ക് ഈ 38.5 മാത്രമേ കിട്ടുള്ളൂ. എന്റെ അഭിപ്രായം ഇത് എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്നത്, ഈ മാറ്റം എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിനെ കുറിച്ച് എനിക്ക് സീറ്റ് അഭിപ്രായമൊന്നുമില്ല. വോട്ട് ഷെയർ കറക്റ്റ് ആണ്. ലോക്സഭയിൽ ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി. ലോക്കൽ ബോഡിയിൽ 15.5% വോട്ട് കിട്ടി. അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ലോക്സഭയിൽ കിട്ടിയ വോട്ട്, അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ കുറച്ച് അതിൽ കമ്മി വന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട ഫാക്ടർ. അതിന്റെ കാരണങ്ങളുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിയതിനെ പറ്റിയുള്ള ക്ലെയിം രണ്ടു കുട്ടികൾ പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങളാണ് അക്കൗണ്ട് പൂട്ടിച്ചതെന്ന് പറഞ്ഞു. CPM പറഞ്ഞു ഞങ്ങളാണ് പൂട്ടിച്ചത്. രണ്ടുപേരാണ് പൂട്ടിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞു A ടീം B ടീം. അല്ല, ഞാൻ കേട്ടു നമ്മളെ മന്ത്രിയും അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് പൂട്ടും താക്കോലും എന്റെ കയ്യിലാണെന്നല്ല. നോക്കൂ, ഇതെല്ലാം ഒരു അഹങ്കാരം. പൂട്ടും കയ്യിലില്ല, താക്കോലും കയ്യിലാണ് ഉണ്ടെങ്കിൽ അത് വെച്ചോളൂ. കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ജനങ്ങളുടെ കയ്യിലാണ് പൂട്ടും താക്കോലും. അവരാണ് തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് അവരുടെ MLA. ശിവൻകുട്ടിയല്ല, രാഹുൽ ഗാന്ധിയല്ല, 100% അത് പിണറായി വിജയനുമല്ല. അപ്പൊ ജനങ്ങളിൽ അങ്ങനെ വെറുതെ ഒരു അഹങ്കാരമുണ്ട്. ജനങ്ങളെ വെറുതെ മാറ്റിവെച്ച് അവർ വിഡ്ഢിയാണെന്ന് വിചാരിക്കുന്ന അവരോട് ഞാൻ നമസ്കാരം പറയുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. അവര് തീരുമാനിക്കും. അവർക്ക് വേണ്ടി ഞാൻ എല്ലാവരും പോയി കാണുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കാഴ്ചപ്പാട് ഇതാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു അവസരം തരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. മാനിഫെസ്റ്റോ ഞങ്ങൾ വേഗം
റിലീസ് ചെയ്യും. ഫ്രീ ബീസ് ഉണ്ടാവും. അല്ല, ഫ്രീ ബീസ് എന്ന് നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്ന് അറിയില്ല. ഫ്രീ ബീസിന്റെ ഡെഫിനിഷൻ എനിക്ക് അറിയില്ല. ഫ്രീ എന്താ? KSRTCയില് മുങ്ങുന്ന KSRTCയിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന അങ്ങനെയാണോ? ഞങ്ങളുടെ ഇക്കണോമിക് കാഴ്ചപ്പാട് വളരെ റെസ്പോൺസിബിൾ ഇക്കണോമിക് കാഴ്ചപ്പാടാണ്. നാടിനെ നശിപ്പിക്കാനും വോട്ട് പിടിക്കാൻ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത് നാടിനെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. തെലങ്കാന പോലെ കർണാടക പോലെ ആക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമില്ല. കേരളത്തിന്റെ ഇക്കോണമി ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ന് 100 രൂപ ബഡ്ജറ്റ് റവന്യൂ കിട്ടുമ്പോൾ 92.5 രൂപ പോകുന്നത് കടം, ക്ഷേമം, പലിശയ്ക്കാണ് പോകുന്നത്. അതിനെ മാറ്റണം. അതിൽ കൂടുതൽ നമ്മൾ വർദ്ധിച്ചില്ലെങ്കിൽ, അതിന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇക്കണോമിക് ആക്ടിവിറ്റി കൂടിയില്ലെങ്കിൽ ഏത് ഫ്രീ ബി ആണെങ്കിലും നമുക്ക് വെറുതെ വാഗ്ദാനം കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ, ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുമ്പോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. താങ്കൾ എന്റെ അഭിപ്രായമല്ല ചോദിച്ചത്. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. എന്റെ മനസ്സില് ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്, എല്ലാവരോടൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ആവശ്യമാണ് ഒരു മാറ്റം, ഒരു ചേഞ്ച്. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഒരു മുദ്രാവാക്യമല്ല കേട്ടോ. വികസനം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഒരു പാലം ഉണ്ടെങ്കിൽ അത് 10-20 കൊല്ലമായിട്ട് പണിയാണ്ട് നിൽക്കുന്ന പാലം ആയിരിക്കാൻ പാടില്ല. ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് 30% റോഡില്ല. ഒരു നിയമമണ്ഡലം നോക്കുന്നു. നിയമമണ്ഡലത്തിൽ ഒരു 30% സ്ഥലത്ത് റോഡില്ല, കുടിവെള്ളമില്ല. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായ നിയമത്തിൽ. അപ്പോ ഇതെല്ലാം മാറ്റാനും ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു വികസനം. 2020 ഒരുപാട് സീറ്റുകൾ കൊടുക്കുന്നു, അർഹതയില്ലാത്ത സീറ്റുകൾ കൊടുക്കുന്നു. അവര് BJPക്ക് നല്ല വോട്ട് ഷെയർ ഉള്ളിടത്താണ് അവരെ ഫിക്സ് ചെയ്തെന്നൊക്കെയുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചൊരു കഷ്ടം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അത് 2020 മത്സരിക്കുമ്പോൾ അവർക്കെല്ലാം കുറച്ചൊരു വിഷമം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. ഈ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം BJPക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. BJP ടാർഗറ്റ് ചെയ്താണ് അവർ പ്രവർത്തനം. ആര്? SDPI. SDPI, ജമാഅത്തെ ഇസ്ലാമി രണ്ടും. SDPIയുടെ അവർക്ക് സത്യം പറഞ്ഞ 1% വോട്ട് പോലും ഇല്ല ഒരു ഇലക്ഷൻ. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പ്രവർത്തിക്കുന്നത്? എന്തായിരിക്കും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം? SDPI അത് മുസ്ലിമിനോട് ചോദിക്കും, കോൺഗ്രസിനോട് ചോദിക്കും. അവർക്ക് പിന്തുണ കൊടുക്കുന്നത് UDF അല്ലേ? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും തലേ കെട്ടിവെച്ച് ഇവിടെ സാധാരണ മുസ്ലിംസിന്റെ തലേ കെട്ടിവെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിനെയും SDPIനെയും തലേ കെട്ടിവെക്കുന്ന ആരാണ്? അത് ചോദിക്കേണ്ടത് നിങ്ങളാണ്. UDF അല്ല ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഇതെല്ലാം ഞാൻ ആദ്യം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പറഞ്ഞ കാര്യമാണ്. ഇത് അപകടമാണ്. ഈ ഒരു വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്നൊരു രാഷ്ട്രീയം നാടിന് അപകടം ഉണ്ടാക്കും വരാൻ പോകുന്ന കാലത്ത്. ജമാഅത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ജമാഅത്തെ ഇസ്ലാമിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ ഒന്ന് ബംഗ്ലാദേശ് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് മുഫ്തി പ്രൈം മിനിസ്റ്ററിനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? ഞാൻ മുസ്ലിം സഹോദരിമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പറഞ്ഞല്ലോ, മുസ്ലിം സമാജത്തിന് ഏറ്റവും സേഫ് രാജ്യം ലോകത്തിൽ ഇന്ത്യയാണെന്ന്. അവരുടെ തലയിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിനെയും SDPIനെയും കെട്ടിവെക്കുന്നത് CPM-ഉം കോൺഗ്രസും. അത് എന്തുകൊണ്ടും നിങ്ങൾ തന്നെ ചോദിക്കണം. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല.